ഓണവിപണിയിൽ നിറവാകാൻ കുടുംബശ്രീ പച്ചക്കറി വയനാട് ജില്ലയിൽ 147 ഏക്കറിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. കനത്ത മഴ ഉയർത്തിയ വെല്ലുവിളിയെ അതിജീവിച്ചാണ് പെൺകൂട്ടായ്മകൾ ഓണത്തിന് കൃഷി ഇറക്കിയത്. വിഷരഹിതമായ പച്ചക്കറി കൊണ്ട് ഓണമുണ്ണാം. കുടുംബശ്രീ കർഷക ഗ്രൂപ്പുകൾ ഇപ്പോൾ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. ഇത് കബനിഗിരി ഗ്രഹനൂരിലെ കൃഷിത്തോട്ടം. പലതവണയായി പച്ചക്കറികൾ വിളവെടുത്തതാണ്. ഇപ്പോൾ നടക്കുന്നത് ഓണം ലക്ഷ്യമിട്ടുള്ള അവസാന വിളവെടുപ്പ്. ഇത്തവണ 149 ഏക്കറിലാണ് നമ്മൾ പൂക്കൃഷി നടത്തിയിട്ടുള്ളത്. 109 ഏക്കറോളം പച്ചക്കറി കൃഷിയും നടത്തിയിട്ടുണ്ട്. നമ്മളുടെ സംസ്ഥാന ഗവൺമെൻറ്റും കുടുംബശ്രീ മിഷനും ഏതെല്ലാം ഐറ്റം നമുക്ക് കൃഷി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചോ അതെല്ലാം ഇവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതുപോലെ കൃഷി ഇറക്കിയിട്ടുണ്ട്. കാലം തെറ്റി പെയ്ത മഴ ബാധിച്ചുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചായിരുന്നു കൃഷി. നമുക്ക് ഇന്ന് വിഷരഹിതമായ പച്ചക്കറിയാണല്ലോ സമൂഹത്തിന് ആവശ്യം. ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾക്ക് വന്നപ്പോൾ കഠിനമായ മഴ വന്ന കാരണം ഉൽപ്പാദനം അല്പം ഞങ്ങൾക്ക് കുറവുണ്ട്. എങ്കിലും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഈ ദൗത്യം ഏറ്റെടുക്കുകയും അത്യാവശ്യം ഉൽപ്പാദനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ചേന, കപ്പ, വാഴ, നെൽകൃഷി, കാച്ചിൽ, ഇഞ്ചി എല്ലാ കൃഷികളും ചെയ്തു പോരുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറിയാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം ഞങ്ങൾ ജൈവ ആണ് ഉപയോഗിക്കുന്നത്. വിഷരഹിത പച്ചക്കറികൾ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ടാണ് കുടുംബശ്രീ വിപണിയിൽ എത്തിക്കുന്നത്. 109 ഏക്കറിൽ വയനാട്ടിൽ കുടുംബശ്രീ പൂക്കൃഷിയും ചെയ്തിരുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.